വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വസിയത്ത് നമ്മൾ പ്രത്യേകം ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു തെമ്മാടിയായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തകളുമായി വന്നാൽ നിങ്ങളത് പ്രചരിപ്പിക്കരുത്. അതിന്റെ നിജസ്ഥിതി അറിയാതെ നിങ്ങളത് ഏറ്റെടുക്കരുത്, നിങ്ങളത് ഷെയർ ചെയ്യരുത്. അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിൽ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കരുത്. വിശ്വാസികൾ ഊഹാപോഹങ്ങളുടെ പിറകെ പോകേണ്ടവരല്ല. വിശ്വാസികൾ ഏതെങ്കിലും വാറോലകളുടെയും റൂമറുകളുടെയും പിറകെ പോകേണ്ടവരല്ല. മറിച്ച് അവൻ പറയുന്നതും ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ സത്യമായിരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ പോലെയാകരുത്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളാണ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. അതുകൊണ്ട് വകൂനൂ, നിങ്ങളായിത്തീരണം മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പമായിരിക്കണം നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പനയാണ്. അതിലപ്പുറം കിട്ടുന്നതെന്തും പ്രചരിപ്പിക്കുകയും പലതിന്റെ പേരിലുമൊക്കെ പലതും പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ കഥകളും അതുപോലെയുള്ള റൂമറുകളും പ്രചരിപ്പിക്കുമ്പോൾ അത് തന്നെ മതി ഒരു മനുഷ്യൻ പാപിയാകുവാനെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളണം. കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, ഒരു മനുഷ്യൻ കുറ്റവാളിയാകാൻ, പാപിയാവാൻ, തെറ്റുകാരനാവാൻ എന്തുമാത്രം മതി? അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതെന്തും ഇടവും വലവും നോക്കാതെ ഷെയർ ചെയ്താൽ തന്നെ മതി. എന്തും പ്രചരിപ്പിക്കുക, എന്തിൻ്റെയും വക്താവാകുക. എന്താ വസ്തുത എന്ന് അവൻ അറിയില്ല. അവനാവശ്യമില്ലാത്തതിലാ ഇടപെട്ട് സംസാരിക്കുന്നത്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനാവാത്തതിലാ അവൻ വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനാവാത്ത വിഷയങ്ങളിലാ അവൻ കടന്നു കയറി അഭിപ്രായം പാസാക്കുന്നത്. ആര് പറഞ്ഞു അത് പ്രചരിപ്പിക്കാൻ? ആര് പറഞ്ഞു അത് ഏറ്റെടുക്കാൻ? നമുക്ക് നമ്മുടേതായ പരിധികളുണ്ട്, പരിമിതികളുണ്ട്.